ഫേൺസുകൾ നമ്മുടെ വീടിനൊക്കെ ഒരു ഫോറസ്റ്റ് ഫീഡ് തരുന്ന ഒന്നാണ് ഫേൺസ്. ഫേൺസുകൾ ഇന്ന് ഒരുപാട് തരത്തിൽ ഇന്ന് അവൈലബിൾ ആണ്. അപ്പോൾ എൻ്റെ കയ്യിലുള്ള കുറച്ച് കളക്ഷൻസിനെ കുറിച്ചും അതിന്റെ പ്രൊപ്പഗേഷൻ, ഫെർട്ടിലൈസേഷൻ എന്നിവയൊക്കെ കുറിച്ചാണ് ഇന്നത്തെ നമ്മുടെ വീഡിയോയിൽ പറയുന്നത്. കൂടാതെ നമ്മുടെ ഫേൺസുകളെ എങ്ങനെ ഇത്രയും ബുഷിയാക്കി വളരെ മനോഹരമാക്കി വളർത്താമെന്നതും നമ്മുടെ വീഡിയോയിൽ പറയുന്നുണ്ട്. നമ്മുടെ ചാനൽ ആദ്യമായിട്ട് കാണുന്നവർ ആരെങ്കിലും ഉണ്ടെങ്കിൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്ത് സപ്പോർട്ട് ചെയ്യാൻ മറക്കണ്ട. ഇനി ഇഷ്ടമായാൽ കമന്റ് കൂടി രേഖപ്പെടുത്താനും മറക്കണ്ട. നിങ്ങളുടെ കമന്റിനൊക്കെ അനുസരിച്ചായിരിക്കും നമുക്ക് ആ ഒരു പോസിറ്റിവിറ്റി കിട്ടുന്നത്. ആ ഒരു പോസിറ്റിവിറ്റി കിട്ടിയാലല്ലേ നമുക്ക് പുതിയ പുതിയ വീഡിയോകളൊക്കെ അപ്ലോഡ് ചെയ്യാൻ പറ്റുകയുള്ളൂ. അപ്പോൾ നമുക്ക് ഡീറ്റെയിൽഡ് ആയിട്ട് വീഡിയോയിലേക്ക് പോയി തന്നെ അറിയാം. പോകാം നമുക്ക് വീഡിയോയിലേക്ക്. ഫേൺസുകൾ പൊതുവെ എപ്പോഴും നല്ല ഗ്രീനറി നിറച്ച് ഫ്രഷ് ആയിട്ട് നിൽക്കുന്ന പ്ലാന്റ്സുകളാണ്. ഫേൺസുകളുടെ ലീഫിംഗ് അറേഞ്ച്മെൻറ്റ് പല ഫേൺസിനും പലതാണ്. ഓരോ ഫേൺസിൻ്റെയും ലീഫിംഗ് അറേഞ്ച്മെൻറ്റ് കാണുമ്പോൾ ഓരോന്നിൻ്റെയും ഭംഗി പലതായി തോന്നാറുമുണ്ട്. വളരെ എളുപ്പത്തിൽ നമുക്ക് വളർത്തിയെടുക്കാൻ പറ്റുന്ന ഒന്നാണ് ഫേൺസുകൾ. പ്രത്യേകിച്ച് കെയറിങ് ഒന്നും തന്നെ കൊടുക്കേണ്ട ആവശ്യവുമില്ല. മാത്രമല്ല നമ്മുടെ എയർ നന്നായിട്ട് പ്യൂരിഫൈ ചെയ്യാനും പറ്റിയ ചെടികളാണ് ഫേൺസുകൾ. നല്ല ഹ്യൂമിഡിറ്റി ഇഷ്ടപ്പെടുന്ന പ്ലാന്റ്സുകളാണ് ഫേൺസുകൾ. അതുകൊണ്ട് തന്നെ എപ്പോഴും ഈ ചെടിയിൽ ഈർപ്പം നിലനിൽക്കണം. എപ്പോഴും ഈർപ്പം നിലനിൽക്കുന്നില്ല എങ്കിൽ ഈ ചെടി വളരെ പെട്ടെന്ന് തന്നെ കരിഞ്ഞു പോവുകയും ചെയ്യും. ഓരോ ലീഫിൻ്റെയും സ്ട്രക്ചറും പാറ്റേണും പലതാണ്. പലതരത്തിലുള്ള ഫേൺസുകൾ ഉണ്ടെന്ന് പറഞ്ഞു നമ്മൾ. നമ്മുടെ വീടുകളിലെ കുളങ്ങളിലൊക്കെ ഇട്ടിരിക്കുന്ന അസോള മുതൽ വലിയ തെങ്ങിൻ്റെയൊക്കെ അത്രയുള്ള തരത്തിലുള്ള ഫേൺസുകൾ വരെ ഇന്ന് കാണാറുണ്ട്. എൻ്റെ കയ്യിലുള്ള കുറച്ച് ഫേൺസുകളെ നമുക്കൊന്ന് പരിചയപ്പെടാം. ആദ്യത്തേത് കോട്ടൺ ക്യാൻഡി ഫേൺ. വളരെ ഭംഗിയിൽ നല്ല ഗ്രീനറി നിറച്ച് തിക്കായിട്ട് ഒരു ഹാങ്ങിങ്ങായി വളർത്താൻ പറ്റുന്ന ഫേൺസാണ് ഈ കോട്ടൺ ക്യാൻഡി ഫേണുകൾ. വളരെ പെട്ടെന്ന് ബുഷിയാവുകയും ചെയ്യും. പ്രത്യേകിച്ച് കെയറിങ്ങിൻ്റെ ആവശ്യമൊന്നുമില്ല. ഇങ്ങനെ ബുഷിയാകാൻ വേണ്ടി ചെയ്യേണ്ടത് ഒന്ന് മാത്രം, വളരെ വാവട്ടം കൂടിയ ഒരു ഹാങ്ങിങ് പോട്ട് തിരഞ്ഞെടുക്കുക എന്നുള്ളതാണ് ഒരു കാര്യം. നല്ല ഗ്രീനറി നിറച്ച് ഹാങ്ങിങ് പോട്ടിലും സാധാ നമ്മുടെ പോട്ടിലും വളർത്താൻ പറ്റുന്ന ഒരു ഫേൺസാണ് ഫ്ലഫി റഫിൾസ് ഫേൺസ്. വളരെ കോമൺ ആയിട്ട് കാണുന്ന ഈ ഫേണിനെ വളരെ എളുപ്പത്തിൽ ബുഷി ആക്കി എടുക്കാൻ പറ്റും എന്നുള്ളതാണ് ഒരു കാര്യം. അടുത്തതായിട്ടുള്ള ഫേണാണ് ബോസ്റ്റൺ ഫേൺ. ബോസ്റ്റൺ ഫേൺസുകൾ തന്നെ പല തരത്തിലുണ്ട്. ഇത് ഒത്തിരി നീണ്ട് താഴേക്ക് ലീഫുകൾ ഇങ്ങനെ വളരുന്ന ഒന്നാണ്. അതുപോലെ മിനിയേച്ചർ വിഭാഗത്തിലുള്ളതും ഗോൾഡൻ ബോസ്റ്റൺ ഫേൺ, അങ്ങനെ ഒത്തിരി ബോസ്റ്റൺ ഫേൺസുകളുണ്ട്. ഫേൺസുകളുടെ റൂട്ട്സുകൾ ഇതുപോലെ പുതിയ പുതിയ സ്ഥലങ്ങൾ കണ്ടെത്താൻ വേണ്ടി അത് താഴേക്ക് വളരും. മരങ്ങളിലൊക്കെ നമ്മൾ ഇതിനെ ഹാങ് ചെയ്തെടുക്കുകയാണെങ്കിൽ ആ മരങ്ങളിലോട്ടൊക്കെ ഈ റൂട്ട്സുകൾ ഇതുപോലെ പറ്റിപ്പിടിച്ച് പുതിയ പുതിയ ഫേൺസുകൾ അവിടെ ഉണ്ടാകുന്നതും നമുക്ക് കാണാൻ സാധിക്കും. അസ്പരാഗസ് ഫാമിലിയിൽ ഒത്തിരി ഫേൺസുകളുണ്ട്. ഇത് അസ്പരാഗസ് ഫാമിലിയിൽപ്പെട്ട അസ്പരാഗസ് പ്ലുമോസ ഫേൺ എന്നുള്ളതാണ്. ഇതിനെ എവർഗ്രീൻ ഫേൺ എന്നും വിളിക്കാറുണ്ട്. പണ്ടുകാലത്ത് ഈ ഫേൺസിൻ്റെ ലീഫുകളൊക്കെ ബൊക്കേകളൊക്കെ ഉണ്ടാക്കാൻ എടുത്തിരുന്നു. വളരെ ഭംഗിയിൽ ഒരു പ്രത്യേക തരം ലീഫി പാറ്റേണോട് കൂടിയ ഫേൺസുകളാണ് ഈ അസ്പരാഗസ് പ്ലുമോസ ഫേൺ. അടുത്ത ഫേൺ എന്ന് പറയുന്നത് നമുക്ക് എല്ലാവർക്കും വീട്ടിൽ വളർത്താൻ ഒത്തിരി ഇഷ്ടമുള്ള ഒന്നാണ് ബേർഡ് നെസ്റ്റ് ഫേൺ. ബേർഡ് നെസ്റ്റ് ഫേൺ തന്നെ പല വെറൈറ്റികളിലുണ്ട്. ഇതൊരു ട്വിസ്റ്റഡ് രീതിയിലുള്ള ബേർഡ് നെസ്റ്റ് ഫേൺ ആണ്. അതായത് ലീഫിൽ ഇതുപോലെ ഞൊറികൾ പോലെ വരുന്ന ഒന്നാണ് ബേർഡ് നെസ്റ്റ് ഫേൺ. ബേർഡ് നെസ്റ്റ് ഫേൺ തന്നെ പല തരത്തിലുണ്ടെന്ന് പറഞ്ഞ് കോബ്ര ബേർഡ് നെസ്റ്റ് ഫേൺ, ട്വിസ്റ്റഡ് ബേർഡ് നെസ്റ്റ് ഫേൺ, അങ്ങനെ പലതുണ്ട്. ഒരു മനുഷ്യൻ്റെ ഹൈറ്റിനേക്കാൾ കൂടുതൽ ഹൈറ്റിൽ വളരാൻ സാധിക്കുന്ന ഒന്നാണ് ബേർഡ് നെസ്റ്റ് ഫേണുകൾ. ഈ ബേർഡ് നെസ്റ്റ് ഫേണിൻ്റെ വളർച്ചയ്ക്കനുസരിച്ച് സെൻറ്റർ ഭാഗത്ത് ബേർഡിൻ്റെ നെസ്റ്റ് പോലെ ഉള്ള ഒരു സ്ട്രക്ചർ രൂപാന്തരപ്പെടാറുണ്ട്. അതുകൊണ്ടാണ് ഇതിനെ ബേർഡ് നെസ്റ്റ് ഫേൺ എന്ന് വിളിക്കുന്നത്. ഇതിൻ്റെ പ്രൊപ്പഗേഷൻ ഇത് തന്നെ സ്വന്തമായി നടത്തുന്നത് ഈ ലീഫിൻ്റെ ബാക്ക് സൈഡിലായിട്ട് ഇതുപോലെ വരകൾ പോലെ കാണാറുണ്ട്. വളരെ മെച്ചറാകുന്ന സമയത്ത് ഈ സ്ഥലങ്ങളിൽ ബ്രൗൺ കളറിലുള്ള സ്പോർട്സുകൾ രൂപാന്തരപ്പെടാറുണ്ട്. അവ കാറ്റിൽ പറന്ന് എവിടെയെങ്കിലും അതിന് സ്യൂട്ടബിളായിട്ടുള്ള സ്ഥലത്തിരുന്ന് അവിടെ പുതിയതായിട്ട് തൈകൾ ഉണ്ടാകാറുമുണ്ട്. അങ്ങനെയാണ് ഇതിൻ്റെ പ്രൊപ്പഗേഷൻ നടക്കുന്നത്. അടുത്ത ഫേൺ അതിലേറെ മനോഹരമായ ട്വിസ്റ്റഡ് ഫേൺ, ഗ്രീൻ വേവ് ഫേൺ എന്നൊക്കെ വിളിക്കുന്നൊരു ഫേണാണ്. മറ്റുള്ള ഫേൺസിനെ പോലെ അതിൻ്റെ റൂട്ട്സ് ഇങ്ങനെ പോയി അവിടെ നിന്നല്ല പുതിയ തൈകൾ ഉണ്ടാകുന്നത്. ഇതിൻ്റെ സ്റ്റെമ്മ് ചുറ്റിനും ഓടിയതിനു ശേഷം അവിടെ നിന്നാണ് പുതിയ തൈകൾ ഉണ്ടായി വരുന്നത്. മറ്റുള്ള ഫേൺസിനെ പോലെ വളരെ എളുപ്പത്തിൽ ഈ ഫേൺ ബുഷിയാകാറില്ല. കുറച്ചൊരു സ്ലോ ഗ്രോത്ത് ഉള്ള ഫേണായിട്ടാണ് എനിക്ക് ഈ ഫേൺസിനെ തോന്നുന്നത്. ട്വിസ്റ്റഡ് വേവി ഫേൺ എന്ന് പറയുന്ന ഈ ഫേൺ. അടുത്ത ഫേണിൻ്റെ എക്സാക്റ്റ് നെയിം എനിക്കറിയില്ല. മറ്റുള്ള ഫേൺസുകളെ പോലെ പെട്ടെന്ന് ബുഷിയാകുന്ന ഒരു ഫേണല്ല ഇത്. ഇതെൻ്റെ കളക്ഷനിലുള്ള പുതിയ ഫേണാണ്.
ഇതിൻ്റെ ലീഫി സ്ട്രക്ചർ നോക്കിയാൽ നമുക്ക് മനസ്സിലാവും, വളരെ മനോഹരമായി ഞൊറികൾ പോലെയാണ് ഇതിൻ്റെ ലീഫ് സ്ട്രക്ചർ വന്നിരിക്കുന്നത്. മാത്രവുമല്ല ഇത് താഴേക്കല്ല ഇതിൻ്റെ ലീഫുകൾ വളരുന്നത്, ലീഫുകളെല്ലാം മുകളിലേക്ക് നിൽക്കുന്ന തരത്തിലുള്ളതാണ്. ഓസ്ട്രിച്ച് ഫേൺ ആണെന്നാണ് എൻ്റെ ഒരു ഡൗട്ട്. അടുത്ത ഫേൺ ഏതാണെന്ന് നോക്കിയാൽ അസ്പെരാഗസ് ഫേൺ ആണ്. അസ്പെരാഗസ് ഫാമിലിയിൽപ്പെട്ട അസ്പെരാഗസ് ഡെൻസിഫ്ലോറസ് ഫേൺ അഥവാ ഫോക്സ്ടെയിൽ ഫേൺ എന്ന് വിളിക്കുന്ന വളരെ മനോഹരമായ ഒരു ഫേണാണിത്. ഫേൺസുകൾക്ക് പൊതുവെ ലൈറ്റ് നേരിട്ട് ലഭിക്കുകയാണെങ്കിൽ അവ കരിഞ്ഞു പോകും. ഫേൺസുകൾ എപ്പോഴും നല്ല ഭംഗിയിൽ നിൽക്കാൻ വേണ്ടി അതിൽ നിൽക്കുന്ന കരിഞ്ഞ ലീഫിനെയിലെ നമ്മൾ അപ്പോൾ മാറ്റിക്കൊടുക്കുകയും വേണം. പോട്ടുകളിൽ ഇതുപോലെ ഫേൺസ് തിങ്ങി നിറഞ്ഞു വന്നാൽ ഇതിനെ റീപോർട്ട് ചെയ്യാൻ സമയമായി എന്ന് നമുക്ക് മനസ്സിലാവും. കാരണം ഇത് ലേശം പോലും സ്ഥലമില്ലാതെ അത്രയ്ക്കും തിക്കായി ഇവ വളർന്നിട്ടുണ്ട്. അപ്പോൾ ഇതിന് യഥാസമയം നമുക്ക് റീപോർട്ട് ചെയ്യാം. കുറച്ചുകൂടി വലിയ ഒരു പോട്ടിലേക്ക് നമ്മൾ മാറ്റി കൊടുക്കുകയാണെങ്കിൽ വളരെ ഭംഗിയിൽ കൂടുതൽ തിക്കായിട്ട് ഇവ വളർന്നു കിട്ടും. ഇതിൻ്റെ ഫെർട്ടിലൈസേഷനെ കുറിച്ച് പറയുകയാണെങ്കിൽ ലിക്വിഡ് ഫെർട്ടിലൈസേഷനാണ് ഇവയ്ക്ക് നൽകേണ്ടത്. 3 മാസമൊക്കെ കൂടുമ്പോൾ നൽകിയാൽ മതി. അല്ലെങ്കിൽ നമുക്ക് NPK ഡൈല്യൂട്ട് ചെയ്തും ഒഴിച്ചു കൊടുക്കാം. ഫേൺസുകളെ എളുപ്പത്തിൽ നമുക്ക് പ്രൊപ്പഗേറ്റ് ചെയ്യാം. ഇതിൽ നിന്നും തൈകൾ ഇതുപോലെ ഇളക്കിയെടുത്തതിന് ശേഷം പ്രോപ്പറായിട്ടുള്ളൊരു പോട്ടി മിക്സ് കൊടുത്ത് നമുക്കിതിനെ നട്ടുകൊടുക്കാം. പോട്ടി മിക്സ് വളരെ ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള കാര്യമാണ്. എപ്പോഴും ഈർപ്പം ഇഷ്ടപ്പെടുന്ന ഈ ചെടിയിൽ ഞാൻ ഈക്വൽ അളവിൽ ഉണങ്ങിയ ചാണകപ്പൊടിയും കൊക്കോ പിറ്റും പിന്നെ നമ്മുടെ സാധാ മണ്ണും കൂടിയാണ് എടുത്തേക്കുന്നത്. ഈർപ്പം എപ്പോഴും നിലനിൽക്കണം എന്നുള്ളത് കൊണ്ട് നമുക്ക് കൊക്കോ പിറ്റ് കുറച്ച് അധികം എടുക്കാം. മണ്ണ് ഡ്രൈ ആയി പോയാൽ ഈ ചെടി പെട്ടെന്ന് ഉണങ്ങിപ്പോകുകയും ചെയ്യും. മണ്ണ് ഡ്രൈ ആകാതെ ഇരിക്കാൻ പ്രത്യേകം ശ്രദ്ധിക്കുകയും വേണം. അതുകൊണ്ട് തന്നെ ഈ ചെടിയെ നമ്മൾ ഡെയിലി നനച്ചു കൊടുക്കുകയോ അല്ലെങ്കിൽ ഡെയിലി നമ്മൾ മിസ്റ്റ് ചെയ്യുകയോ ചെയ്യണം. അതായത് നമ്മൾ എപ്പോഴും ഇത് ഈർപ്പം നിൽക്കാൻ ശ്രദ്ധിക്കണം എന്ന് മാത്രം. ഇതുപോലെ പോട്ടി മിക്സിലോട്ട് നമുക്ക് നട്ടുകൊടുത്ത് ഷെയ്ഡിൽ വെച്ച് കൊടുത്താൽ വളരെ പെട്ടെന്ന് തന്നെ ഇത് ബുഷിയായി വളർന്നു വരും. ഇങ്ങനെ വന്നിരിക്കുന്ന റൂട്ടുകളിൽ നിന്നാണ് പുതിയ പുതിയ തൈകളുണ്ടായി വളരെ പെട്ടെന്ന് ബുഷിയാകുന്നത്. അതുകൂടി അതിലോട്ട് സെക്യൂറാക്കി വയ്ക്കാൻ മറക്കണ്ട. അങ്ങനെ ഇത്ര എളുപ്പത്തിൽ നമുക്ക് ഫേൺസുകളെ വളർത്തിയെടുക്കാം. ഫേൺസ് വളർത്തുമ്പോൾ ശ്രദ്ധിക്കേണ്ടത് ഇത്ര മാത്രം. എപ്പോഴും ഈർപ്പം ഇഷ്ടപ്പെടുന്ന ഈ ചെടിയുടെ ചുവട്ടിൽ ഈർപ്പം എപ്പോഴും നിൽക്കണം. അതിനായിട്ട് നമ്മൾ എപ്പോഴും ഈ ചെടിയെ നനച്ചു കൊടുക്കണം. എന്ന് കരുതി ഓവറായിട്ട് നനച്ചു കൊടുത്ത് വെള്ളം കെട്ടി നിന്നാൽ ഈ ചെടി അഴുകിപ്പോകുകയും ചെയ്യും. പിന്നെ ഒരിക്കലും ഈ ചെടി നമ്മൾ ഡയറക്റ്റ് സൺലൈറ്റിൽ വെക്കാൻ പാടില്ല. നല്ല ഷെയ്ഡ് ഇഷ്ടപ്പെടുന്ന ഈ ചെടി നമുക്ക് ഷെയ്ഡിലോ അല്ലെങ്കിൽ മരങ്ങളുടെ ചുവട്ടിലോ ആയിട്ട് വളർത്താം. എപ്പോഴും ഫെർട്ടിലൈസേഷൻ്റെ ആവശ്യമില്ല. 3 മാസത്തിലൊരിക്കലൊക്കെ ഏതെങ്കിലും ലിക്വിഡ് ഫെർട്ടിലൈസേഷൻ നൽകിയാൽ മതി. അപ്പോൾ ഫേൺസിനെ കുറിച്ചുള്ള എൻ്റെ ഈ വീഡിയോ ഇഷ്ടമായെങ്കിൽ തീർച്ചയായും സബ്സ്ക്രൈബും ലൈക്കും ഷെയറും ചെയ്യാൻ മറക്കണ്ട. പുതിയൊരു വീഡിയോയുമായി കാണുന്നത് വരേക്കും ബൈ ഫ്രം സിജി നിജാസ്. താങ്ക് യു ഫോർ വാച്ചിങ്.